റേസ് ആണ് ഈ പ്രശ്നങ്ങൾ, ഈ സ്കിൻ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. സൺസ്ക്രീൻ ആസ് സച്ച് ഒരു ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളത് ഒരു മിത്താണ്. ഇന്ത്യൻ പോപ്പുലേഷനിൽ സ്കിൻ ക്യാൻസർ റിലേറ്റീവ്ലി കുറവാണ്. പല ടൈപ്പ് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. മെലനോമ ആയിട്ടുള്ളതുണ്ട്, നോൺ മെലനോമ ആയിട്ടുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. എക്സിമ എന്ന് പറയുന്നത് ഒരു ബേസിക് ഒരു സ്കിൻ ഡിസോർഡർ ആണ്, ഒരു ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നമ്മളെ കുറേ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ്. ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ് ആവാം, ക്ലൈമറ്റ്, വിന്റർ ഒക്കെ ആകുമ്പോൾ സ്കിൻ ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ നമുക്ക് അപ് ടു 100 ഹെയർ പെർ ഡേ ഒക്കെ നോർമലി നമുക്ക് പോവാം. എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിയുന്നത്? നമ്മുടെ ഡയറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതൊക്കെ മെയിൻലി നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. കൂടുതലും ആൾക്കാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സ്കിൻ പ്രോബ്ലം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമുക്കിപ്പോൾ പല ടൈപ്പ് സ്കിൻ പ്രോബ്ലംസ് ഉണ്ട്. അതിലിപ്പം കോമൺ ആയിട്ടും ആക്നെ, മുഖക്കുരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ്. അതേപോലെ ഇന്ത്യൻ സ്കിന്നിലെ പിഗ്മെന്റേഷനും അതേപോലെ കോമൺ ആയിട്ട് തന്നെ കാണുന്നതാണ്. ഇതാണ് ഇപ്പം കൂടുതലായിട്ടും കുറേ ഉണ്ട്. അത് ഇതാണ് മോസ്റ്റ്ലി നമ്മൾ OPDs കൂടുതലായിട്ടും വരുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ടായിരിക്കും ആക്നെ ഉണ്ടാവുന്നത്? മാത്രമല്ല അതിപ്പോ ഒരുപാട് കോമണും ആണല്ലോ ആൾക്കാരിൽ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ആക്നെ ഉണ്ടാവാനുള്ള ഒരു കാരണം? ആക്നെ എന്ന് പറഞ്ഞാൽ പല ഫാക്ടേഴ്സ് ഉണ്ട് ആക്നെ വരാനായിട്ട്. മുഖക്കുരു എന്ന് പറയുമ്പോൾ കോസസ് ആയിട്ട് നമുക്ക് ഹോർമോണൽ ഇഷ്യൂസ് കാരണം വരുന്നുണ്ട്. അല്ലാതെ ബേസിക്കലി അതിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിളങ്ങൾ ഇതുണ്ട്, സെബേഷ്യസ് ഗ്ലാൻസ്. അപ്പൊ ആ ഒരു അതിന്റെ ഓപ്പണിംഗ് ഉണ്ട്, സ്കിൻ പോസ് ഉണ്ടല്ലോ, സെബേഷ്യസ് ഗ്ലാൻഡ് ഹെയർ ഫോളിക്കിന്റെ ഓപ്പണിംഗിൽ. അപ്പൊ അവിടെ ഒരു ക്ലോഗിങ് വരുന്നത്, അതായത് സെൽസ് ഒത്തിരി ആ ഒരു ഏരിയയിൽ അതിന്റെ ലൈനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ സെൽസ് ഒത്തിരി പ്രൊഡ്യൂസ്ഡ് ആയിട്ട് അവിടെ അതിങ്ങനെ ഒരു ക്ലോഗിങ് വരുമ്പോൾ പ്ലസ് അതിന്റെ കൂടുതൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും. നമ്മുടെ സ്കിന്നിൽ തന്നെയുള്ള ക്യൂട്ടി ബാക്ടീരിയ ഉണ്ട്. അപ്പൊ അതിന്റെ അവിടെ ഒരു ഇൻഫ്ലമേഷൻ, ബേസിക്കലി ഒരു ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ്. അതിന്റെ പല ഗ്രേഡ്സ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ആക്നി ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യുന്നത് നമ്മുടെ ഹോർമോൺസ് ആണ്. അഡൽട്ട് ആക്നി ഉണ്ട്, അല്ലാതെ കോമൺലി നമുക്ക് കാണുന്നത് ഹോർമോണൽ കാരണമുള്ള ഇതാണ്. നമുക്ക് എങ്ങനെയായിരിക്കാം ഇത് ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുക ആക്നെ വരുന്നത്? പ്രിവെന്റ് ചെയ്യാൻ പറ്റുക പറയുന്നത്, അതായത് നമുക്ക് സ്കിൻ കെയർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൽ, ഇപ്പം മോസ്റ്റ്ലി അഡോളസെന്റ് ഏജിലാണല്ലോ ഇത് കൂടുതലും നമുക്ക് കാണുന്നത്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ കൂടുതൽ സ്വെറ്റിംഗ് വരുന്നുണ്ട്, ഹോർമോൺസിന്റെ ഒരു ഫ്ലക്ച്വേഷൻ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ. അപ്പൊ അന്നേരം നമുക്ക് സ്കിൻ കെയർ കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൽ, ഈ ഇഷ്യൂസ് കാണുമ്പോൾ തന്നെ പ്രോപ്പർ ട്രീറ്റ്മെന്റിന് എടുത്താൽ നമുക്ക് ആ ഒരു പരിധിവരെ പ്രിവെന്റ് ചെയ്യാം. സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അതായത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ പ്രിസർവ് ചെയ്യാനായിട്ട്, അതിന്റെ ഫംഗ്ഷൻസ് നേരെ നടക്കാനായിട്ട്. അത് നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ എന്തായാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ. സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു ഡെയിലി സ്കിൻ കെയർ റൊട്ടീൻ എങ്ങനെയായിരിക്കും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഫോളോ ചെയ്യേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഡെയിലിയും ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീൻ? സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് മെയിൻ തിങ് ക്ലെൻസിങ് ആണ്. അതായത് ക്ലീൻ ആക്കണം. ഒബ്വിയസ്ലി നമ്മുടെ സ്കിൻ ക്ലീൻ ആവണം. അത് നമുക്ക് മോർണിംഗ് ആൻഡ് ഈവനിങ് 2 നേരമായിട്ട് ക്ലെൻസിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ക്ലെൻസിങ് കഴിഞ്ഞിട്ട് നമുക്ക്, അതായത് ബേസിക്കലി നമുക്ക് മോയ്സ്ചറൈസർ, ഒരു സൺസ്ക്രീൻ, ഇതാണ് നമ്മുടെ ബേസിക് റുട്ടീൻ ആയിട്ട് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഇതിന്റെ കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ പ്രോഡക്ട്സ് മീൻസ് ലൈക്ക് ഇതും കൂടി യൂസ് ചെയ്യാം സ്കിൻ കെയർ ആയിട്ട്. ലൈക്ക് നമുക്ക് സീറംസ് ഓപ്ഷണൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്, ടോണേഴ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് ഓപ്ഷണൽ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ബേസിക്കലി നമുക്ക് പറയുമ്പോൾ ഒരു ക്ലെൻസർ വേണം, അത് കഴിഞ്ഞിട്ട് നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യണം, സൺസ്ക്രീൻ ഇൻ ദ മോർണിംഗിൽ രാവിലെ ഇത്രയും ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടാണ്. രാത്രി നമുക്ക് ഇതുപോലെ ക്ലെൻസ് ചെയ്യണം, ഫേസ് വാഷ് ചെയ്യണം, അതിനൊരു മോയ്സ്ചറൈസർ. ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം സൺസ്ക്രീനെ പറ്റിയൊക്കെ നമ്മൾ കുറെ മിത്തുകൾ കേൾക്കാറുണ്ട്. അതായത് സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്, അത് നമ്മുടെ ഫേസ് കുറെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാൻസർ വരും, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മാത്രമല്ല സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അതെ, സൺസ്ക്രീൻ ഡെയിലി യൂസ് ചെയ്യേണ്ടത് തന്നെയാണ്. എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ സ്കിൻ ക്യാൻസർ റിലേറ്റീവ്ലി കുറവാണ്, വെസ്റ്റേൺ പോപ്പുലേഷൻ അപേക്ഷിച്ച് കുറവാണ്. പക്ഷേ നമുക്ക് അതിൽ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ നമുക്ക് മെലാനിൻ ആണ്. നമുക്ക് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ പ്രൊട്ടക്ഷൻ വരുന്നത്. പക്ഷെ നമുക്ക് എന്ന് വെച്ചാൽ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് സൺസ്ക്രീൻ വേണം. അതായത് UV റേസ് ആണ് ഈ പ്രശ്നങ്ങൾ, ഈ സ്കിൻ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ആസ് സച്ച് ഒരു ക്യാൻസർ ഉണ്ടാക്കും എന്നുള്ളത് ഒരു മിത്താണ്. പിന്നെ ചില കണ്ടന്റ്സ് ഉള്ളത് നമ്മൾ അവോയ്ഡ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ. അപ്പൊ അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ. നമ്മൾക്ക് പറ്റിയ ഒരു നല്ല സൺസ്ക്രീൻ എങ്ങനെയായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്? സൺസ്ക്രീൻ നമ്മളെ ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, സ്കിൻ ടൈപ്പ് പിന്നെ സ്കിന്നിൽ എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളൊരു സൺസ്ക്രീൻ കൊടുക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് UV റേസിൽ UVA പ്രൊട്ടക്ഷൻ, UVB പ്രൊട്ടക്ഷൻ, വിസിബിൾ ലൈറ്റിന്റെ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം നമുക്ക് നോക്കിയിട്ട് സൺസ്ക്രീൻ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുള്ള സ്കിൻ, ഞാൻ പറഞ്ഞ പോലെ സ്കിൻ കൺസേൺസ് നോക്കിയിട്ട്, ഇപ്പോൾ ആക്നെ ഉള്ള ഒരാൾക്ക് ഒരു നോൺ കൊമേഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻ തന്നെ ചൂസ് ചെയ്യണം. നമ്മളെ UVBയുടെ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ SPF എന്ന് പറയുന്നത്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ വരുന്നത്. പിന്നെ UVAയുടെ ആണ് അതിൽ എഴുതിയിട്ട് കാണും, PA+++ എഴുതിയിട്ട് കാണും, അത് UVAയുടെ പ്രൊട്ടക്ഷൻ. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഉണ്ടാവും ഒരു ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ. പിന്നെ ഈ ഡ്രൈ സ്കിൻ, ഓയിലി, അപ്പൊ അതനുസരിച്ച് നമ്മൾ സൺസ്ക്രീൻ മാറ്റണം, ചൂസ് ചെയ്യാവുന്നതാണ്. വാട്ടർ ബേസ്ഡ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നമുക്ക് ഒരു വൈഡ് റേഞ്ച് ഉണ്ട്. ക്രീം ബേസ്ഡ് ആയിട്ടുള്ള, ജെൽ ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് ഇപ്പോൾ കുറേ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത്
അത് നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ചൂസ് ചെയ്യേണ്ടതാണ്. വിസിബിൾ ലൈറ്റിന്റെ പ്രൊട്ടക്ഷൻ കൂടി ഉള്ളത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് നമുക്കിപ്പോൾ ഇന്ത്യൻ സ്കിന്നിൽ പിഗ്മെന്റേഷൻ ആണ് ഏറ്റവും വലിയ കൂടുതലും കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മെലാസ്മ, കരിമംഗല്യം പോലത്തെ പ്രശ്നമൊക്കെ ഉള്ളത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ടിന്റഡ് സൺസ്ക്രീൻസ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ടിന്റഡ് സൺസ്ക്രീൻസ് അയൺ ഓക്സൈഡ് ഉള്ളത് അത് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ അതും കൂടി അത് ബ്ലൂ ലൈറ്റിന്റെ, അതായത് വിസിബിൾ ലൈറ്റിന്റെ ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷൻ കൂടി കൂടുതലായിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് കാരണം നമ്മൾക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ടോ? എക്സസീവ് ആയിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ? എക്സസീവ് സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. സ്കിൻ കെയറിന്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, പക്ഷെ ആവശ്യമുള്ളത് നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പം സെറം ആണെങ്കിലും ഒരുപാട് നൈസിനമൈഡ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സെറം ഉണ്ട്. അപ്പോൾ ചിലതൊന്നും ചിലതിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. അത് എക്സ്ട്രാ ഇറിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാക്കും. ലൈക്ക് നമ്മളിപ്പോൾ റിറ്റിനോൾ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ ഈ ആൽഫ ഹൈഡ്രോക്സി, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്സ് എല്ലാം കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് അത് നല്ലതാകില്ല ചെയ്യും. അത് കുറച്ച് ഇറിറ്റേഷനും സ്കിന്നിന് പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. സ്ത്രീകളിൽ കൂടുതലും ഈ രോമ വളർച്ച ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോണൽ ഇഷ്യൂസ് ആണ്. ഹോർമോണൽ ഇംബാലൻസ് വരുമ്പം PCOS, പിന്നെ കുറച്ച് ജനറ്റിക് ഇതായിട്ട് ഫാമിലിയിൽ അങ്ങനെ കാണാറുണ്ട്. ഇതൊക്കെയാണ് കോമൺ റീസൺസ് ആയിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, ലൈക്ക് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള മിത്ത് എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ ഷേവ് ചെയ്താൽ അല്ലെങ്കിൽ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ ആയിട്ട് ഗ്രോ ചെയ്യുന്നുള്ള കാര്യം. അപ്പം അത് ശരിയാണോ? ഷേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഔട്ടർ സർഫസിലുള്ള സ്കിന്നിന് വെളിയിലുള്ള ഹെയറിനെയാണ് നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പോൾ അത് തിരിച്ച് വളർന്നു വരുമ്പോൾ കുറച്ച് അതിന്റെ എൻഡ് ഇച്ചിരി ബ്ലണ്ട് ആയിട്ടിരിക്കും. അപ്പൊ നമുക്കത് ഒരു തിക്കായിട്ട് വളർന്നു വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സ്ട്രോബെറി ലെഗ്സ് ഒക്കെ വരുന്നത് അത് വേറെ ഇതാണ്. ഇത് വെച്ചാൽ ചില സമയത്ത് ഷേവ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് ഫ്രിക്ഷൻ ഉണ്ട് അവിടെ. ആ ഒരു ഫ്രിക്ഷൻ കാരണം ഒരു ബംപി സ്കിൻ പോലെ അങ്ങനെ ആയി വരുന്നതാണ്. അതും ഹെയർ ഗ്രോത്തിന്റെ ഒരു ഇതല്ല. അത് ഷേവിംഗ് ഒരിക്കലും അങ്ങനെ ഹെയർ ഗ്രോത്ത് കൂട്ടത്തില്ല. തിക്ക് ഹെയർ ആയിട്ട് വരുന്നത് അതൊരു കാരണമാകുന്നില്ല. പിന്നെ നമ്മൾ ലേസർ ഹെയർ റിഡക്ഷന് മുമ്പേ നമ്മൾ ഷേവിംഗ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. മറ്റ് ഇതൊന്നും ചെയ്യാൻ പാടില്ല, ലൈക്ക് വാക്സിങ്ങോ ത്രെഡിങ്ങോ ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. അല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല ഒരു വേ നമ്മളെ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്തായിരിക്കും? വാക്സിംഗ് ആണോ അല്ലെങ്കിൽ ഷേവിംഗ് ആണോ? എന്തായിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്? അതായത് ഇപ്പം ഹെയർ ഗ്രോത്ത്, ഇപ്പൊ കോഴ്സ് ഹെയർ ആണ് നമ്മളെ ഈ പിന്നെ ഹിസൂട്ടിസം പോലത്തെ പ്രശ്നമുള്ളവർക്ക്, നേരത്തെ പറഞ്ഞല്ലോ ഹോർമോണൽ ഇംബാലൻസിലൊക്കെ വരുമ്പോൾ, അപ്പൊ അങ്ങനത്തെ തിക്ക് ഹെയറിലൊക്കെ ഉള്ളവർക്ക് നമ്മൾ പിന്നെ കുറെ പ്രാവശ്യം റിപ്പീറ്റഡ്ലി വാക്സിംഗ് ത്രെഡിങ് ചെയ്യുന്നതിലും ബെറ്റർ ലേസർ ഹെയർ റിഡക്ഷനിലോട്ട് പോകുന്നതാണ് ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട്സ് ഉണ്ടാവും. പിന്നെ സൈഡ് എഫക്ട്സും കുറവാണ്. ഇപ്പം അങ്ങനെ ഒരു പെയിൻഫുൾ പ്രൊസീജിയറേ അല്ല അത്. ഡൗൺ ടൈമും വളരെ കുറവാണ്. കെമിക്കൽ പീലുകൾ ഇപ്പോൾ ഒരുപാട് അവൈലബിൾ ആണല്ലോ. അപ്പം ശരിക്കും അത് എന്താണ്, അല്ലെങ്കിൽ എത്ര സേഫ് ആണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്? കെമിക്കൽ പീൽസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്ഫോളിയേഷൻ, ഒരു കൺട്രോൾഡ് എക്സ്ഫോളിയേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് പല ഇൻഡിക്കേഷൻസ് ഉണ്ട് അതിന്. ഇപ്പം ആക്നെ ഉള്ളവർക്ക്, പിഗ്മെന്റേഷൻ ഉള്ളവർക്ക്, അതെല്ലാം ഡിഫറെന്റ് പീൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പല ടൈപ്പ് പീൽസ് ഇപ്പം മാർക്കറ്റിലുണ്ട്. അപ്പോൾ അതാ ഇൻഡിക്കേഷൻ, പേഷ്യന്റ് എന്താണോ സ്കിൻ കൺസേൺ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കെമിക്കൽ പീൽ ചൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം, അത് അതെ കണ്ടൻസ് ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് ഫേസ് നമ്മൾ എന്താ വാഷ് ചെയ്യുക, സൺസ്ക്രീൻ ഇടുക, മോയ്സ്ചറൈസ് ചെയ്യുക. ബാക്കിയുള്ളത് ഭാഗങ്ങളിലേക്ക് നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഫേസിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ സ്കിൻ കെയർ? ഫേസ് നമ്മൾ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന ഒരു ഇതാണ്, നമ്മൾ കൂടുതൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാക്കി ബോഡി ഏരിയാസ്, മോസ്റ്റ്ലി നമ്മുടെ കൈയും കാലിലും ഒക്കെ നമുക്ക് കൂടുതൽ മെയിൻലി നമ്മൾ പറയുന്നത് മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ്. അതാണ്. പിന്നെ സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിൽ സൺസ്ക്രീൻ അപ്ലൈ കൂടി ചെയ്യാം. നമ്മൾ ഫേസ് പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ നമ്മൾ മിസ് ആവുന്ന കുറച്ച് ഏരിയാസ്, നമ്മുടെ ചെവിയുടെ ഭാഗം, നെക്ക്, കഴുത്ത്, പിന്നെ കൈയുടെ, അപ്പൊ അതും കൂടി നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറെ ഫോർമുലേഷൻസ് സൺസ്ക്രീൻ തന്നെ ഡിഫറെന്റ് ഇത് ബോഡിയിൽ ചെയ്യുന്നത് അങ്ങനത്തെ വരുന്നുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രോബ്ലമാണ് ആക്നെ. അപ്പം അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഉണ്ടാവുന്നത്? പിന്നെ നമുക്ക് എങ്ങനെ അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റും ഒരു പോയിന്റ് വരെ? ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു നമുക്ക് കൂടുതലായിട്ടും കാണുന്ന അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലാണ്. പിന്നെ അല്ലാതെ മറ്റു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ആക്നെയും ഉണ്ട്. കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് മുഖക്കുരു ഉണ്ടാക്കുന്നതിൽ. മെയിൻലി നമ്മുടെ ഹോർമോൺസ്, ആ ഒരു ഏജ് ഗ്രൂപ്പ് ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഹോർമോൺ ഫ്ലക്ച്വേഷൻ കാരണം. ഹോർമോൺസ് മെയിൻലി, പിന്നെ മറ്റു നമ്മുടെ ലൈഫ് സ്റ്റൈല്, ഡയറ്റ്, പിന്നെ ജെനറ്റിക്സ്, ഇതെല്ലാം കൂടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആക്നെ ഉണ്ടാവുന്നത്. ഈ ബോഡി ആക്നെയും നമ്മൾ കണ്ടുവരുന്ന ഒരു സംഭവമാണ്. അപ്പം ഈ കാരണങ്ങളൊക്കെ കാരണം സെയിം റീസൺസ് ആണ്. ബോഡി ആക്നെ കുറച്ചും കൂടി മെയിൽസിൽ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അത് പ്രിവെന്റ് ചെയ്യാനുള്ള എന്തെങ്കിലും സ്പെസിഫിക് മെഡിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മെയിൻലി ഇതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ ഫോളോ ചെയ്യുന്നത് പോലെ അതേപോലെ തന്നെ ബോഡി ക്ലെൻസിങ്, മെയിൻലി അത് സ്പെസിഫിക് ആയിട്ടുള്ള അതിനുള്ള മെഡിക്കേറ്റഡ് ഫേസ് വാഷ് പോലത്തെ ബോഡി വാഷസ് ഒക്കെ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് ഒരു പരിധി നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ബട്ട് സെയിം ടൈം അതായത് ട്രീറ്റ്മെന്റ് എടുക്കലും കൂടി പ്രിവെൻഷന്റെ കൂടെ തന്നെ പോകണം. അതും കൂടി ജനറ്റിക് ഒക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് ഒരു ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവർക്ക് നമുക്ക് ഇത് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി. അതായത് മെയിൻറ്റനൻസ് ആണ് അതിന്റെ ഒരു, കുറച്ചു നേരം ട്രീറ്റ്മെന്റ് എടുത്തു പിന്നെ എല്ലാം വിട്ട് കളയുമ്പോൾ പിന്നെയും അതതുപോലെ മെയിൻറ്റനൻസ് കുറച്ചും കൂടി ഒരു ചാൻസ് കൂടുതൽ. സ്കിൻ ക്യാൻസർ എത്ര കോമൺ ആണ്? മാത്രമല്ല നമുക്ക് ഒരു പ്രിവെൻഷൻ എങ്ങനെ എടുക്കാൻ പറ്റും സ്കിൻ ക്യാൻസറിനെതിരെ? സ്കിൻ ക്യാൻസർ നമുക്ക് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ വെസ്റ്റിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് കുറവാണ് കമ്പാരിറ്റീവ്ലി. പക്ഷെ റെയർ എന്ന് പറയാനും പറ്റില്ല. ലൈക്ക് നമുക്ക് പല ടൈപ്പ് സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. മെലനോമ ആയിട്ടുള്ളതുണ്ട്, നോൺ മെലനോമ ആയിട്ടുള്ള സ്കിൻ ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് പ്രൊട്ടക്റ്റീവ് ഫാക്ടർ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെലാനിൻ ആണ്
ഒരു ഇതായിട്ടുള്ളത് നമുക്ക് ഇന്ത്യൻ സ്കിന്നിൽ. പക്ഷെ അതിന്റെ കൂടെ തന്നെ നമുക്ക് പ്രിവെൻഷൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നത് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യം. പ്രൊട്ടക്ട്. എല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇതെല്ലാം ഫാക്ടേഴ്സ് factors ആണ്. എന്താണ് എക്സിമ? നമുക്ക് അത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും? എക്സിമ എന്ന് പറയുന്നത് ഒരു ബേസിക് ഒരു സ്കിൻ ഡിസോർഡർ ആണ്, ഒരു ഇൻഫ്ലമേറ്ററി സ്കിൻ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എക്സിമ എന്ന് പറയുന്നത്, എക്സിമ എന്ന് പറയുന്നത് ഒരു ബ്രോഡ് ടേം ആണ് ശരിക്കും. പല ടൈപ്പ് എക്സിമാസ് ഉണ്ട്. അതിന്റെ പല ഫാക്ടേഴ്സ് കാരണമാണ് നമുക്ക് ഈ എക്സിമ ഉണ്ടാവുന്നത്. മെയിൻലി നമുക്ക് നമ്മുടെ സ്കിൻ ബാരിയറിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, ഒരു ഇംബാലൻസ് വരുന്ന സമയത്ത്, പിന്നെ ജനറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ നമ്മുടെ എൻവയൺമെന്റ്, നമ്മുടെ ചുറ്റിലുള്ള എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, ഇതെല്ലാം നമ്മൾ ഇതിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻഫ്ലമേഷൻ സ്കിന്നിൽ, അതാണ് നമ്മൾ എക്സിമ എന്നൊരു ബ്രോഡ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാൻ പറ്റും? അതായത് നമുക്കിപ്പോ ഒരു പെർട്ടിക്കുലർ ടൈപ്പ്, ഇപ്പൊ നമുക്കൊരു ഏറ്റോപി ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു എക്സിമ നമ്മളിപ്പോൾ എടുത്താൽ, അതാണ് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. കുട്ടികളിലാണ് കൂടുതലും നമ്മളത് കാണുന്നത്. അഡൾട്ട്സിനും വരാം. ഇപ്പൊ കുട്ടികളിലാകുമ്പോൾ നമുക്ക് പ്രിവെൻഷൻ എന്ന് പറയുന്നത്, ആ ഒരു ലീഷൻ നമുക്ക് ഒരു പ്രാവശ്യം ഇത് കണ്ടാൽ, അല്ലെങ്കിൽ കുഞ്ഞിനൊരു ഡ്രൈ സ്കിൻ ഉണ്ടെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോയ്സ്ചറൈസ് ചെയ്യുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഒരു പ്രോപ്പർ മോയ്സ്ചറൈസർ നമുക്ക് റെഗുലർ ആയിട്ട് റുട്ടീൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പരിധിവരെ പുതിയ ലീഷൻസ് ഉണ്ടാവുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കാണുമ്പോൾ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. വെച്ചോണ്ടിരിക്കാതെ റെക്കർ ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. ലൈക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെയും അതേപോലെ തന്നെ വരാൻ. അതെ, ഉണ്ട്. അതായത് നമ്മളെ ചുറ്റിലുള്ള, ഞാൻ പറഞ്ഞില്ല, കുറെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സ്ട്രെസ് ആവാം, സ്ട്രെസ് ട്രിഗർ ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലൈമറ്റ്, വിന്റർ ഒക്കെ ആകുമ്പോൾ സ്കിന്ന് ഡ്രൈ ആകുമ്പോൾ പെട്ടെന്ന് എക്സിമ. കുട്ടികളിലൊക്കെ വരാൻ മോസ്റ്റ്ലി സ്കിന്ന് ഡ്രൈ ആവുന്നതിന്റെ പ്രശ്നം തന്നെ. സ്കിന്ന് ഡ്രൈ ആവുന്നതാണ്. അതിന്റെ കൂടെ ജെനറ്റിക്സും ഒരു മേജർ ഫാക്ടർ തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ഹെയർ ഫോൾ ആണ്. എല്ലാവരും സംസാരിക്കുന്ന കാര്യമാണ് ഹെയർ ഫോളിനെ പറ്റി. അപ്പം എന്തായിരിക്കും ഹെയർ ഫോൾ ഉണ്ടാവാനുള്ള കാരണം, ഒരു മെയിൻ കാരണം? അതുപോലെ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത്? ഒരാൾ നമുക്ക് ഹെയർ ഫോൾ ആയിട്ട് വരുമ്പോൾ അത് ശരിക്കും നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ആദ്യം ഡിസൈഡ് ചെയ്യും. ഹെയർ ഫോൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു അപ് ടു 100 ഹെയർ പെർ ഡേ ഒക്കെ നോർമലി നമുക്ക് ക്ലൈമറ്റ് മാറുമ്പോഴും മറ്റ് എക്സ്റ്റേണൽ വെള്ളം, അങ്ങനെയൊക്കെ. വെള്ളമൊന്നും ഒത്തിരി ശരിക്കും പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ല. അല്ല, ഈ ഹാർഡ് വാട്ടർ അങ്ങനെയുള്ള ഒരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അത് ആക്ച്വലി നമുക്കതൊരു സയന്റിഫിക്കലി നമുക്കതൊരു പറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പല ടൈപ്പ് ഹെയർ ഫോൾ ഉണ്ട്. ഹെയർ ഫോൾ കറക്റ്റ് ആയിട്ടും, അതായത് ഒരു പ്രോബ്ലമാറ്റിക് ആണോ, അതായത് ട്രീറ്റ്മെന്റ് ആൾക്ക് വേണ്ടതാണോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. ശരിക്കും ഇപ്പൊ കുറച്ച് മുടി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിൽ തുടങ്ങുമ്പോൾ അങ്ങനെയൊക്കെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടതാണോ എന്ന് ആദ്യം നോക്കിയിട്ട്, പിന്നെ അത് ടൈപ്പ്, എന്ത് കാരണം കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിയുന്നത് എന്നുള്ളതാണ്. മോസ്റ്റ്ലി നമുക്ക് മുടി കൊഴിച്ചിൽ നമ്മുടെ ഉള്ളിൽ ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ് ഏറ്റവും കൂടുതലായിട്ടും. നമ്മുടെ ഡയറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, അതൊക്കെ മെയിൻലി നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ്, അതാണ് നമ്മുടെ മുടി വളരാൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ആണല്ലോ. അതെ. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ്. ചിലപ്പോൾ നമ്മൾ, അതായത് ഒരു പേഷ്യന്റ് നമുക്ക് ഹെയർ ഫോൾ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ കാരണം നമ്മൾ ആദ്യം കണ്ടെത്തണം. എന്നിട്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. എന്ത് കാരണം, ഹോർമോണൽ കാരണം ഉള്ളതാണ്, ചിലപ്പോൾ ആൻഡ്രോജെനിക് അലോപേഷ്യ നമ്മൾ പറയുന്ന. അപ്പൊ അതിന്റെ ഒരു ആ ടൈപ്പ് ആണെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വേറെ ഒരു രീതിയിൽ പോകും. കോസിനനുസരിച്ച് നമ്മൾ എന്ത് കാരണം എന്ന് നോക്കിയിട്ട് ചെയ്തിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യും. ഈയിടെ അടുത്ത സോഷ്യൽ മീഡിയയിൽ നമ്മൾ മിനോക്സിഡിലിനെ ഒക്കെ പറ്റി കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെയും മുടി പൊഴിച്ചിലുണ്ടാവും. അപ്പം മിനോക്സിഡിൽ ശരിക്കും എന്താണ്, അല്ലെങ്കിൽ ഏതൊരു സ്റ്റേജിലാണ് നമ്മൾ അത് യൂസ് ചെയ്യേണ്ടത്? മിനോക്സിഡിൽ നമ്മൾ ഹെയർ ഫോളിനായിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം ആൻഡ്രോജെനിക് അലോപേഷ്യാണ് മെയിൻലി കൊടുക്കുന്നത്. ഫീമെയിൽ പാറ്റേണിൽ ഫീമെയിൽസിൽ വരുമ്പോഴും നമ്മളത് മിനോക്സിഡിൽ തന്നെയാണ് കൊടുക്കുന്നത്. പല കോൺസെൻട്രേഷൻസിൽ അത് വരുന്നുണ്ട്. അതായത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒരു ടോപ്പിക്കിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഫോർമുലേഷൻ ആണത്. പിന്നെ അല്ലാതെ കഴിക്കുന്ന ടാബ്ലറ്റ് ആയിട്ടും വരും, 2 ഫോം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത്, അതായത് നമ്മളത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഇനീഷ്യലി അതായത് നമ്മുടെ മുടി ഓൾറെഡി കൊഴിയുന്ന ആ ഒരു ഫേസിൽ കിടക്കുന്ന മുടി ചിലപ്പോൾ ഒന്ന് കൊഴിഞ്ഞു പോകും, പിന്നെ അത് റീഗ്രോ ചെയ്യും. അപ്പൊ അത് ആദ്യം പേഷ്യൻസ് ചിലപ്പോൾ ഒന്ന് അത് നമ്മളത് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട്, ചിലപ്പോൾ അത് ആദ്യം ഒരു ഹെയർ ഫോൾ കാണുമ്പോൾ അയ്യോ ഇത് കാരണമാണെന്ന് വെച്ച് പേടി വരാറുണ്ട്. നല്ല എഫക്റ്റീവ് ആണ്. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ്ലി ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്നതിലും പ്രശ്നമില്ല. അതായത് നമ്മൾ ത്രൂ ഔട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എപ്പോഴെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പിന്നെയും മുടി പൊഴിച്ചിൽ സ്റ്റാർട്ട് ആവാനുള്ള ഒരു ചാൻസ് അങ്ങനെ പറയാറുണ്ട്. ബട്ട് അതായത് അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ നോക്കണം, ബെനിഫിറ്റ് നോക്കണം. പിന്നെ അത് കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത്. ലോങ് ടേം യൂസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല എന്നുള്ളതാണെങ്കിൽ നമുക്കത് ലോങ് ടേം യൂസ് ചെയ്യാം. ഇപ്പം നോർമലി ലൈക്ക് അലോപേഷ്യ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, നോർമലാണ്. പക്ഷേ പിന്നെ നമുക്ക് ഒന്നുകൂടി ഹെയർ ഗ്രോത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു സാധനമാണോ മിനോക്സിഡിൽ? അല്ലാതെ ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതായത് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതിയല്ലോ. നമുക്കിപ്പോൾ മിനോക്സിഡിൽ പോലെ പല മോളിക്യൂൾസ് ഹെയർ സീറംസ് ഉണ്ട്, അങ്ങനെ കുറെ ഉണ്ടല്ലോ നമുക്ക് അവൈലബിൾ ആയിട്ട്. അപ്പൊ നമ്മൾ മിനോക്സിഡിലിന് പോകണമെന്നില്ല. അതായത് ആവശ്യമുള്ളത്, അതായത് പേഷ്യന്റിന് എന്ത്, ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഇൻഡിക്കേഷൻ, അത് നോക്കിയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാന്നുള്ളതാണ്. വെറുതെ നമ്മൾ അത് മിനോക്സിഡിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം, പ്രിവെൻഷൻ എന്ന രീതിയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം കൂടിയാണ് പിഗ്മെന്റേഷൻ. അപ്പോൾ ഈ അണ്ടർ ഐസിൽ വരുന്നത്, അതുപോലെ തന്നെ അണ്ടർ ആംസിൽ ഡാർക്ക് ആയിട്ട് ഉണ്ടാവില്ലേ ഒട്ടും പോവാതെ,
അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, എന്തായിരിക്കും കാരണം, പിന്നെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? അതായത് ഈ പിഗ്മെന്റേഷൻ ഇപ്പൊ പറഞ്ഞതെല്ലാം പല ഡിഫറെന്റ് കോസസ് കാരണം പണ്ട് അറൌണ്ട് ഐസ് കണ്ണിന് ചുറ്റിലുള്ള കറുത്തപ്പാട് എന്ന് പറയും പല കാരണങ്ങൾ കൊണ്ട് വരുന്നതാണ്. ഇപ്പോ നമുക്ക് ആ ഒരു ബേസിക്കലി നമ്മുടെ ആ സ്കിൻ കുറച്ച് തിൻ സ്കിന്നാണ്. അപ്പം നമുക്ക് ചില സമയത്ത് അകത്തുള്ള ഒരു വാസ്കുലാരിറ്റീന്റെ ഒരു ഷാഡോ പോലെ നമുക്കൊരു ഒരു ഇത് കാണും. അപ്പൊ അത് കാരണം ഒരു പിഗ്മെന്റേഷൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്ട്രെസ് വരുമ്പം ഉറക്കമൊക്കെ കുറയുന്ന സമയത്ത് അതൊക്കെ എടുത്ത് കാണിക്കും. പിന്നെ മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഇതിനൊന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെ സ്ട്രെസ് ആണ് മെയിൻലി ഇതായിട്ട് വരുന്നത്. പിന്നെന്ന് വെച്ചാൽ നമുക്കിപ്പോ അതിനൊക്കെ ക്രീംസ് ആയിട്ടും അണ്ടർ ഐ ക്രീംസ്. പക്ഷെ അതൊക്കെ ഒത്തിരി കംപ്ലീറ്റ് റെസൊല്യൂഷൻ തരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അല്ലാതെ നമുക്കിപ്പം ഹോളോ ആയിട്ട് തോന്നുന്ന സമയത്ത് ചിലപ്പം അങ്ങനെയൊക്കെ അതിന് വരുന്ന സമയത്ത് നമുക്ക് ഫില്ലേഴ്സിന് പോകാൻ പറ്റും. ഫില്ലേഴ്സ് ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ കുറെ അങ്ങനത്തെ കോസ്മെറ്റിക് ഓപ്ഷൻസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പൊ അണ്ടർആംസ് ഒക്കെ ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കുന്നതോ? പിഗ്മെന്റേഷൻ നമുക്ക് ചിലപ്പോൾ ഒരു ജനറ്റിക് ആയിട്ട് ചിലപ്പോൾ ഒരു ഹെറിഡിറ്ററി ആയിട്ട് പിഗ്മെന്റേഷന്റെ ഒരു ടെൻഡൻസി കാണിക്കും. പിന്നെ അല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം വരുന്ന പിഗ്മെന്റേഷൻ ആണ്. അപ്പൊ അത് ചിലപ്പോൾ നെക്കിൽ വരാം, അണ്ടർ ആംസിൽ വരാം, താഴെ പ്രൈവറ്റ് ഏരിയാസിൽ ആ തൈ ഫോൾഡിന്റെ അടുത്ത് വരാം. അപ്പൊ അതൊക്കെ അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആയിട്ട് മെയിൻലി നമ്മുടെ ലൈഫ് സ്റ്റൈൽ, എക്സസൈസ്, പ്രോപ്പർ ഡയറ്റ് ഇതൊക്കെ ചെയ്യാം. അതായത് ചില സമയത്ത് നമുക്ക് ഇത് മറ്റ് ഇന്റർണൽ ഡിസീസസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ടും കാണിക്കും പിഗ്മെന്റേഷൻ. അപ്പൊ അത് ലൈക്ക് ഡയബറ്റിസും കൊളസ്ട്രോൾ കൂടുന്നത്, അപ്പൊ അങ്ങനത്തെ ഒരു മെറ്റബോളിക് ഡിസീസസിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ചിലപ്പോൾ നമുക്ക് കാണിക്കും. അപ്പൊ അതൊന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പിന്നെ നമുക്ക് സ്കിൻ ബേസ് ആയിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ്, അതായത് ക്രീംസ് ഉണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്, സീറംസ് ഉണ്ട് ഇപ്പം പിഗ്മെന്റേഷന്, പിന്നെ അതേപോലെ കെമിക്കൽ പീൽസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ അതിന്റെ കൂടെ കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോ ഈ ലിപ്സ് കറക്കുന്നത്, ഇപ്പൊ ചിലർക്ക് ഇപ്പൊ സ്മോക്കിംഗ് ഒന്നും അല്ലാതെ തന്നെ ലിപ്സ് കറക്കുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഏത് ടൈപ്പ് പെപ്റ്റൈഡ് ഉള്ള ലിപ് ബാം ആണോ, എന്ത് തരം സാധനങ്ങൾ ഉപയോഗിച്ചാലായിരിക്കും നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുക? അതായത് ലിപ് പിഗ്മെന്റേഷനും ഞാൻ പറഞ്ഞ പോലെ കുറെ കാരണങ്ങളുണ്ട്. കുറെ നമ്മൾ ചില ഡ്രൈനസ് വരുന്ന സമയത്ത് ചിലർക്ക് ഉണ്ടാവും ലിപ് ലിക്കിംഗ് കാരണം. ഇങ്ങനെ എന്ത് രീതിയിലുള്ള ഫ്രിക്ഷൻ വരുമ്പോൾ അവിടെ ഒരു പിഗ്മെന്റേഷന് സാധ്യതയുണ്ട്. ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഒരു കാരണമാണോ പിഗ്മെന്റേഷൻ? കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സിൽ, ലെഡ് കണ്ടെയ്നിങ് പോലത്തെ ഡാർക്കർ ഷെയ്ഡ്സ് കുറച്ച് റിസ്കിയാണ് ഈ പിഗ്മെന്റേഷൻ കൂട്ടുന്നതിൽ. അപ്പം അങ്ങനെ പിഗ്മെന്റേഷൻ ടെൻഡൻസി ഉള്ളവർ കൂടുതൽ നന്നായിട്ടുള്ള ലിപ് ബാംസ്, ലിപ് ലൈറ്റനിങ് ബാംസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ SPF ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ലിപ് ബാംസ് റെഗുലർലി യൂസ് ചെയ്യുക. പിന്നെ ലൈറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ്, ഇതൊക്കെ തന്നെയാണ് അതിന് പ്രിവെൻഷൻ ആയിട്ട് വേണ്ടത്. പിന്നെ സീറംസും ഉണ്ട്. അപ്പൊ അത് നോക്കണം. ഇപ്പം സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ചിലപ്പോൾ ആ ഒരു ഏരിയയും കുറച്ച് സെൻസിറ്റീവ്. അപ്പൊ സീറംസ് യൂസ് ചെയ്യുമ്പോൾ ഒരു കോഷ്യസ്ലി അത് യൂസ് ചെയ്യാം. പിഗ്മെന്റേഷൻ അതും കൂടി ഇപ്പോൾ ഒരു ഓപ്ഷൻ. പീൽസും ഉണ്ട് കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ്, ഇപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നമുക്ക് ടാനിങ് മാറ്റാം, അല്ലെങ്കിൽ മുഖം ബ്രൈറ്റ് ആക്കാം, അങ്ങനെ ഒരുപാട് പൊടിക്കൈകൾ നമുക്ക് വീട്ടിൽ ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ പക്ഷെ ചിലതൊക്കെ സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാരണങ്ങളും ഒക്കെ അവര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ചില കാര്യങ്ങൾ നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാതെ നോക്കുക. അതായത് ലൈക്ക് ലെമൺ ഒക്കെ നമ്മുടെ അസിഡിക് pH ഉള്ള അത് പിന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് കൂടുതൽ ഇറിറ്റേഷനും സ്കിൻ ഡാമേജും ആണ്, സ്കിൻ ബാരിയറിന്റെ ഡാമേജ് ആണ് ഉണ്ടാക്കും. ലൈക്ക് ചിലർ തക്കാളി ഒക്കെ എടുത്തിട്ട് ഡയറക്റ്റ്, ടൊമാറ്റോ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നതുണ്ട്. ടൂത്ത് പേസ്റ്റ്, ബേക്കിംഗ് സോഡ, ഇതൊക്കെ ഒന്ന് നല്ല ഒരു കാര്യങ്ങളല്ല. അത് സ്കിന്നിന് ഡാമേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ എന്താ സെലിബ്രിറ്റീസിന്റെ ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ളതെന്ന് നമ്മൾ കാണുന്നതാണ് ഒസാംപിക്. അതിപ്പോ നോർമൽ ആയിട്ടുള്ള ആൾക്കാരും അതായത് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് ഒസാംപിക്, കാരണം ഒരു ഭയങ്കര ഒരു പോപ്പുലാരിറ്റി വന്നിട്ടുണ്ട് ഈയിടെയായിട്ട്. അപ്പം ഒസാംപിക്കിനെ പറ്റി എന്താണ് മാമിന് പറയാനുള്ളത്? എപ്പോഴും ഒരു സഡൻ വെയിറ്റ് ലോസ് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് അതിലാണ് ഒസാംപിക് വരുന്നത്. അപ്പൊ അത് ഒരിക്കലും ഞാനത് പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ലൈക്ക് അതിനിപ്പം അതിൻ്റെതായ സൈഡ് എഫക്ട്സും ഉണ്ടാവും. അപ്പോൾ അതിപ്പോ ഓവർ ദി കൗണ്ടർ ഇപ്പൊ നമ്മൾ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒരു പേഷ്യന്റിന് കൊടുക്കുന്നതിനേക്കാളും ഇപ്പം പല സ്ഥലങ്ങളിലും അത് ഈവൻ സാലൺസിൽ പോലും പേഷ്യൻസിന് മീൻസ് ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ അതൊരു എന്താ പറയാ, അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് മിസ്യൂസ് ഉണ്ടാവും. പേഴ്സണലി ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യും. സൈഡ് എഫക്ട്സ് അതിന് ഒരുപാടുണ്ടോ? ഗ്രാജുവലി ആണ് അത് അറിഞ്ഞു വരുന്നത്. അതായത് റിപ്പോർട്ട്സ് ഒരുപാട് ഇല്ല. അതായത് ഇപ്പം പുതുതായിട്ട് വന്നൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അത് ഗ്രാജുവലി ഓരോ സൈഡ് എഫക്ട് റിപ്പോർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതെ, ലൈക്ക് ലോങ് ടേമിൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം. മാം, പിന്നെ നമ്മളിപ്പോ ഒരുപാട് ഹെയർ ഗ്രോത്ത് ഓയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും. മാത്രമല്ല ഡെയിലി ബേസിസിൽ നമ്മൾ മലയാളികൾ തന്നെ എല്ലാ ദിവസവും എന്താണ് കോക്കനട്ട് ഓയിൽ ഒക്കെ ഉപയോഗിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം എണ്ണ തേച്ചാലേ മുടി വളരൂ എന്നൊക്കെ കുഞ്ഞിലോട്ട് കേൾക്കുന്ന കാര്യമാണ്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഓയിൽ ആസ് സച്ച് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ഹെയർ ഗ്രോത്തിന് ഒരു എഫക്റ്റും ഉണ്ടാവുന്നില്ല, അത് കൂടത്തുമില്ല. അതായത് ഹെയർ ഗ്രോത്തിന് മെയിൻലി നമുക്ക് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഉള്ളുന്ന് അതായത് എടുക്കേണ്ട ഫുഡ്, നമ്മുടെ ഫുഡാണ് മെയിൻ. പ്രോട്ടീൻ റിച്ച് ഫുഡ്, അതിന് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ്, ഇതൊക്കെയാണ് വേണ്ടത്. ഡയറ്റാണ് മെയിൻ. പക്ഷെ നമ്മള് പിന്നെ
ഓയിൽ ഇട്ടത് കൊണ്ട് മാത്രം നമുക്ക് മുടി വെള്ളം, ഓയിൽ ശരിക്കും നമുക്ക് ആവശ്യം വരുന്നത് നമ്മുടെ മുടിയിലാണ്, ഹെയറിന്റെ അതായത് സ്കാൽപ്പില് ആവുന്നത്. അല്ലാതെ സ്കാൽപ്പില് ഇപ്പൊ ചിലർക്ക് താരനുള്ളവർക്കൊക്കെ ഓയിൽ ഒരിക്കലും നല്ലതല്ല. ലൈക്ക് അത് അതിനകത്ത് ചിലപ്പം അതിന്റെ ഒരു ഫംഗസ്, അതിനൊരു ഇതുണ്ട് മലസീസിയ എന്ന് പറയുന്ന ഒരു ഫംഗസ്. അപ്പൊ അത് അതിൽ ചിലപ്പോൾ കൂടുതൽ വളരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഓയിലി എൻവയൺമെന്റ് വരും. അപ്പൊ അത് നമ്മൾ ഈ താരനുള്ളവരിൽ ഓയിൽ അവോയ്ഡ് ചെയ്യുന്നതാണ് നമ്മൾ പറയാറ്. കോക്കനട്ട് ഓയിൽ ആയാലും ഏത് ഓയിലായാലും യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഈ താരൻ പകരും എന്നുള്ള കാര്യമാണ്. അതായത് ഒരേ കോമ്പോ നമ്മൾ യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്ത തോർത്ത് യൂസ് ചെയ്യരുത് എന്നൊക്കെ. അത് ശരിക്കും ഉള്ളതാണോ? ഇല്ല, അതൊരു മെത്താണ്. താരൻ പകരും പകരും എന്നുള്ളത്. താരൻ എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചില സമയത്ത് ഒരു ഫ്ലേക്കി സ്കാൽപ്പ്, അതായത് നന്നായിട്ട് സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോൾ താരൻ അതൊരു അലർജിയുടെ ഇതിലോട്ട് മാറും. സെബോറിക് ഡെർമറ്റൈറ്റിസിന്റെ ഇതിലോട്ട് അലർജി ഇതുപോലെ ഇൻഫ്ലമേഷനിലോട്ട് അത് മാറാവുന്ന ഒരു സിറ്റുവേഷൻ. പിന്നെ ഇതിനൊരു റെസ്പോൺസിബിൾ ആയിട്ട് നമ്മളൊരു ഫംഗസ് പറയുന്നത് മലസീസിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിൽ നമ്മുടെ സ്കാൽപ്പിൽ ഉള്ളതാണ്. ചില കണ്ടീഷൻസ് വരുന്ന സമയത്ത് അത് ഓവർഗ്രോ ആയിട്ട് പുറത്തേക്ക് വരുന്നത്, അതായത് അതിന്റെ സിംറ്റംസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതൊരിക്കലും പകരുന്ന ഒരു കാര്യമല്ല താരൻ.